പ്രായം കൊടുത്തുകൊണ്ട് എഴുന്നേക്കാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയുടെ 50ാമത്തെ വാർഷികത്തിൽ പങ്കെടുത്ത് കയ്യിൽ ഒരു ബാല്യമൊക്കെ കെട്ടിവിട്ടത് എല്ലായിടത്തും ഇതുവരെ ഉണ്ടായി. അതാണ് നമ്മുടെ ഒരു കടമ. നിങ്ങളെല്ലാവരും ഇന്ന് നമ്മൾ ഇവിടെ ഓണം ആഘോഷിക്കാൻ കൂടിയിരിക്കുകയാണ്. ഈ ഓണത്തെ പറ്റി പറയുമ്പോൾ ആറന്മുള വള്ളംകളി എന്ന് പറയും. നിങ്ങൾക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. എന്നോട് പറഞ്ഞ് രണ്ട് മിനിറ്റ് നിർത്തിയില്ല. ഈ ആറന്മുള വള്ളംകളിയെ പറ്റി പറയുമ്പോൾ അവിടെ ആറന്മുള തോണി എന്നൊരു പരിപാടിയാണ്, കേട്ടുകയാണ്. അതായത് ഈ തോണി എന്ന് പറയുന്നത് അവിടെ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ബ്രാഹ്മണൻ എല്ലാ ഓണത്തിനും ഏതെങ്കിലും ഈ ബ്രാഹ്മണർക്ക് കൂടെ ആർക്കെങ്കിലും, ഇന്നത്തെ കാലം ബ്രാഹ്മണരുടെ ശ്രേഷ്ഠകാലമാണ് മനസ്സിലാക്കുന്നത്, അവർക്ക് ആർക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തതിന് ശേഷമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വർഷം, I think you understand, I had to say in English? Okay. So, ആ വർഷം ആരും വന്നില്ല. So, he was waiting for somebody to come. ഒരു 4 മണിയായപ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ priest category. So he came and he was so happy. So he gave him food and everything. Then Brahman, he finished, washed hands and everything, and told him, from next year onwards, ഈ ഭക്ഷണം ഉള്ള സാധനങ്ങൾ അന്ന് കൊണ്ടുവന്നേക്കണം. പറഞ്ഞു മനസ്സിലായി? എന്ന് വെച്ചാൽ അത് ആറന്മുളയെ ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാൻ അവിടെ വന്നിട്ട് ഭക്തരോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം മുതൽ എനിക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നീ അങ്ങ് കൊണ്ടുവരിക. അങ്ങനെ അടുത്ത വർഷം മുതൽ കൊച്ചുവള്ളത്തിൽ അദ്ദേഹം സാധനങ്ങളും അരിയും എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ആറന്മുള കൊണ്ടുവരുന്ന ഉള്ളു. അങ്ങനെ വന്ന് ഒരു പ്രാവശ്യം വന്നപ്പോൾ ആളുകൾ കൂടിയപ്പം കൊച്ചുവള്ളത്തെ കൂടുതല, അതിനൊരു കെട്ടുവള്ളമാക്കി. അപ്പോൾ കെട്ടുവള്ളത്തിലായി കഴിഞ്ഞപ്പം ഒരു വർഷത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ കള്ളന്മാരോട് പണ്ടേ ഉണ്ടല്ലോ ഈ നമ്മുടെ കടൽ കൊള്ളക്കാരെന്ന് പറയുന്നത്, ഇവിടെ കൊള്ളക്കാരൻ, ഇവരിത് മൂട്ടിച്ചു പോയി. പിറ്റേ ദിവസം ആൾക്കാരെല്ലാം കൂടിയിട്ട് ഈ കെട്ടുവള്ളത്തിന് പിറകെ ഓരോ കൊച്ചുവള്ളം വള്ളത്തിലും മറ്റു വള്ളത്തിലൊക്കെ അകമ്പടി സേവിച്ചുകൊണ്ട് അങ്ങനെ കൊടുത്തു പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെമ്പകശ്ശേരി രാജാവ് അവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുള്ളിയുടെ വലിയ ഒരു ആശയരുടെ പറഞ്ഞ് നമുക്ക് നല്ലൊരു വള്ളം വേണം. അങ്ങനെ ചെമ്പകശ്ശേരി രാജാവാണ് ഇന്നത്തെ ചുണ്ടൻവള്ളത്തിൻ്റെ ആകൃതിയിൽ ഒരു വള്ളം ഉണ്ടാക്കി. അതാ നിങ്ങൾ കണ്ടു കാണും, ചുണ്ടൻവള്ളത്തിൻ്റെ ആകൃതി ഇങ്ങനെ ചൂട് പൊങ്ങിയും അവരെ കളന്നും നടുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. അവിടെയാണ് ഈ പീരങ്കിയൊക്കെ വെക്കുന്നത്, അതിനായിരുന്നു വെച്ചുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ അവിടെ ആൾക്കാർ വള്ളം ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ വള്ളം ഉണ്ടാക്കി തുടങ്ങി. ആ വള്ളം അപ്പോൾ ഒരു തോണിയായി. തോണി എന്ന് പറയുന്നത് മുമ്പിൽ ഗരുഡൻ്റെ ഇതൊക്കെ വെച്ചുള്ള ഒരു, അത് കണ്ടിട്ടുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ. അങ്ങനെ ഇവർ തോണിയെ അകമ്പടി സേവിച്ച് തിരുവോണത്തിന് വെളുപ്പിന് ഇങ്ങനെ പോയിക്കൊണ്ട് അവിടെ വെളുപ്പാകുമ്പോൾ അവിടെ ചെല്ലും, ആറന്മുള ചെല്ലും. ആ സാധനമാണ് വെച്ചിട്ടാണ് ഭഗവാന് അത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് അവിടുത്തെ പ്രതിഷ്ഠാദിനം എന്ന് പറയുന്നത് ഉത്രട്ടാതി. ഉത്രട്ടാതി അതായത് അർജുനൻ പ്രതിഷ്ഠിച്ചെന്നാണ് പറയുന്നത് അവിടെ അമ്പലം. അപ്പോൾ ആ പ്രതിഷ്ഠാദിനത്തിൽ ഇവർ ഒരു വള്ളങ്ങളിലേക്ക് അങ്ങ് മാറ്റി, അതാണ് ഉത്രട്ടാതി വള്ളങ്ങളുടെ ആഘോഷം. മനസ്സിലായിരുന്നു? അപ്പോൾ ആ ഓണമാണ് മധുരപൂരിലെ ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്രാടം മുതൽ ഉത്രട്ടാതി വരെയാണ് ഓണം എല്ലാ ദിവസവും. എന്ന് പറഞ്ഞാൽ ഉത്രട്ടാതിക്ക് ഞങ്ങൾ ഉത്രാടത്തിന് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ
അന്ന് ഉപ്പേരി വേണം. പഴയ കാലത്തെ കഥയാണ്, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല. പഴയ കാലം ഇപ്പോൾ കടയിൽ പോയി വാങ്ങിക്കായിരിക്കും. ഉപ്പേരി വറുത്തിട്ട് ചെറിയ ചെറിയ പെട്ടി കണ്ടി, പെട്ടിക്കകത്ത് ഓരോ കമ്പാർട്ട്മെൻറ്റുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റിൽ ശർക്കര പുരട്ടി, ചേന ഉപ്പേരി, ചേമ്പ് ഉപ്പേരി, ഇങ്ങനെ ഓരോ ഉപ്പേരികളും കളിയോടൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഈ ചെറിയ ഉണ്ട പോലിരിക്കുക, പിന്നെ എള്ളുണ്ട, ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി പോകും. ഞങ്ങളുടെ ജോലി എന്നാന്ന് ചോദിച്ചാൽ അത് അമ്മയും അച്ഛനും അറിയാതെ അത് കയറി കുറിച്ച് പാടി തരിക എന്നുള്ളതാണ്. അതായത് രസം. അങ്ങനെ ഇത്രാടത്തിന് വേറൊരു ഉടമ്പടുണ്ട്. അന്നാണ് സാമ്പാറും പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇത് പഴയ കഥയാണ് ഇനി പറയുന്നത്. ഈ സാമ്പാറും പുളിശ്ശേരി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ സാമ്പാറും പുളിശ്ശേരിയും അത് ഉത്രട്ടാതി വരെ കഴിക്കും. ഉത്രട്ടാതി നടന്ന് വള്ളംകളി ഉള്ളതുകൊണ്ട് എല്ലാവരും വെളുപ്പിനെ എണീച്ച് ചോറും കറിയെല്ലാം വെച്ചിട്ട് ഈ സാമ്പാറും ഈ പുളിശ്ശേരിയും അന്ന് വരെ ഉപയോഗിക്കുക. പഴയ കഴിയാത്തതിൻ്റെ കഥ ഇങ്ങനെ ഇരിക്കും. അതും കഴിച്ച് അവിടുന്ന് വള്ളംകളി കാണാനും വള്ളത്തെ കയറാനുമായിട്ട് പോകും. അതോടെ ഒരു വള്ളംകളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കഥ വേറെയുണ്ട്. അത് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഓണം സമാപ്തം. അതാണ് ഞങ്ങളുടെ ആ ഭാഗത്തെ ഓണം. അത് വലിയ സംഭവം തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഈ തോണി വരുമ്പോൾ ഓരോ വീട്ടിൻ്റെ കടവിൽ കൂടെ വരുന്നത്. ആ കടവിൽ അതിന് സ്വീകരണവും തോണി പോകും. അതൊക്കെ കണ്ടാൽ മനസ്സിലത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിൻ്റെ പിക്ചർ കാണിക്കും. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഓണം. ഇവിടെ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് നമ്മൾ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക. മാവേലി പറഞ്ഞതുപോലെ മാവേലി നാട് വാഴും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളമില്ല ചതിയില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണ്. അതില്ലാരും ഈ കള്ളചതി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അതിന് നമുക്ക് കള്ളന്മാർ കള്ളം ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ പ്രശ്നമല്ല. ഏതായാലും ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഓണവും അതുപോലെ നല്ല ഭാവിയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുന്നു.